പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലേക്ക് നീങ്ങുന്നു. തെക്കൻ ഇറാൻ നഗരങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് വ്യോമാക്രമണം അതിശക്തമായിട്ട് തുടരുകയാണ്. കഴിഞ്ഞത് 5 ദിവസമായിട്ട് സൈനിക കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടിരുന്ന അമേരിക്ക ഇപ്പോൾ ഇറാന്റെ പൊതു അടിസ്ഥാന സൗകര്യങ്ങളും സിവിലിയൻ കേന്ദ്രങ്ങളും പൂർണ്ണമായിട്ടും തകർക്കുന്ന പുതിയൊരു തന്ത്രത്തിലേക്ക് കടന്നിരിക്കുന്നു. യുദ്ധം കടുത്തിരിക്കുന്നു. ഒരു സമാധാനം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങൾക്കും ഇല്ലാതായി മാറിയിരിക്കുന്നു. പശ്ചിമേഷ്യ ആകെ ഭീതിയിലാകുന്നു. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരദേശ തുറമുഖമായിട്ടുള്ള അല്ലെങ്കിൽ തുറമുഖ നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസിൽ വലിയ നാശനഷ്ടങ്ങളാണ് US സൈന്യം വിതച്ചിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ടവറുകളും പ്രധാന റെയിൽവേ ജംഗ്ഷനുകളും തകർത്തതിന് പിന്നാലെ മേഖലയിലെ പല നഗരങ്ങളിലും വൈദ്യുത ഇന്ധന വിതരണവും പൂർണ്ണമായി നിലച്ചതായാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പറയുന്നത്. സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള US ആക്രമണങ്ങളിൽ മരണസംഖ്യ കുതിച്ചുയരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ യുദ്ധം വലിയ രീതിയിൽ തന്നെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിൽ ഇപ്പോൾ അമേരിക്ക അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് തങ്ങൾ കീഴ്പ്പെടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ ഡ്രോൺ മിസൈൽ പ്രഹരങ്ങൾ നടത്തിയത്. ആഗോള എണ്ണ വിപണിയിലെ ജീവനാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കുകൾ ഇറാൻ അടച്ചതോടെ ലോകം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെയും ഭീതിയോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഇതിന്റെ വിശദാംശങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. യുദ്ധം അത്ര പെട്ടെന്ന് നിർത്താൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല. മധ്യസ്ഥത വഹിച്ചിരുന്ന അല്ലെങ്കിൽ രാജ്യങ്ങൾ ഈജിപ്ത്, പാകിസ്ഥാൻ, ഖത്തറൊക്കെ ഇപ്പോൾ ആ ഒരു ചർച്ചയിൽ വലിയ പരാജയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇടനില നിന്നുകൊണ്ടൊരു സമാധാനം കൊണ്ടുവരാൻ നോക്കുമ്പോഴും ഇരു രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ശത്രുതയും ആ ഒരു ശത്രുതയുടെ യുദ്ധത്തിന്റെ വീര്യവും കനക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള 6ാം ദിവസവും തെക്കൻ ഇറാന്റെ ആകാശത്താണ് ഈ US യുദ്ധവിമാനങ്ങൾ മരണത്തിന്റെ വിത്തുപാകി പറന്നത്. ഇറാന്റെ പരമാധികാരത്തിന്മേൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന മുന്നറിയിപ്പോടെയാണ് അമേരിക്കൻ ബോംബറുകൾ മിസൈലുകൾ വർഷിക്കുന്നത്. ഇത്തവണ സൈനിക ബങ്കറുകൾക്ക് പകരം ഇറാന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഭരണകൂടം നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് റോഡുകളും പാലങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും US വ്യോമസേന തകർത്തെറിഞ്ഞത്. തന്ത്രപ്രധാന നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസിലെ കമ്മ്യൂണിക്കേഷൻ ടവർ മിസൈൽ ആക്രമണത്തിൽ തകർന്നടിയുന്ന ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ടവർ തകർന്നതോടെ മേഖലയിലെ ആശയവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും തകരാറിലായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ബന്ദർ അബ്ബാസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 8 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നു. എന്നാൽ നാശനഷ്ടങ്ങൾ ഇതിലും എത്രയോ മുകളിലാണ്. മറ്റൊരു പ്രവിശ്യയിൽ പാലത്തിന് നേരെയുണ്ടായ ക്രൂരമായിട്ടുള്ള ബോംബാക്രമണത്തിൽ മാത്രം 9 പേരാണ് കൊല്ലപ്പെട്ടത്. തുറമുഖങ്ങളിലേക്കുള്ള പ്രധാന ഗതാഗത പാതകളെല്ലാം തകർത്ത് ഇറാന്റെ സപ്ലൈ ലൈൻ വിച്ഛേദിക്കാനാണ് US ശ്രമം. ആണവ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ബുഷഹർ, സിറിക്, കോഷം ഐലൻഡ് തുടങ്ങിയ മേഖലകളിലും US യുദ്ധവിമാനങ്ങൾ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ധന സംഭരണശാലകളും വൈദ്യുത നിലയങ്ങളും കത്തിയമർന്നതോടെ ജനജീവിതം ദുസ്സഹമായി. എന്നാൽ ഈ പ്രകോപനങ്ങൾക്ക് ഇറാൻ നൽകിയ തിരിച്ചടി ഗൾഫ് മേഖലയാകെ ഉലയ്ക്കുന്നതായിരുന്നു. കുവൈറ്റിലും ബഹറിലും US സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഇറാൻ ഡ്രോൺ വിമാനങ്ങൾ അയച്ചു കഴിഞ്ഞു. US സെൻട്രൽ കമാൻഡിന്റെ പ്രധാന ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഖത്തറിലെ ദോഹ ലക്ഷ്യമിട്ടും ഇറാന്റെ മിസൈലുകൾ പാഞ്ഞെത്തി. അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെ വന്ന മിസൈലുകൾ ഖത്തർ സൈന്യം പ്രതിരോധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധം തങ്ങളുടെ വാതിൽപ്പടിയിൽ എത്തിയതോടെ ഗൾഫ് രാജ്യങ്ങളെല്ലാം കനത്ത ജാഗ്രതയിലാണുള്ളത്. വ്യോമ പ്രതിരോധ സൈറണുകൾ മുഴങ്ങുന്ന നഗരങ്ങളിൽ ജനങ്ങൾ കടുത്ത ഭീതിയിലാണ് കഴിയുന്നത്. ചെങ്കടലിലെ ബാബ അൽ മന്ദേബ് കടലിടുക്ക് കൂടി യമനിലെ ഹൂത്തി വിമതരെ ഉപയോഗിച്ച് അടുപ്പിക്കാൻ ഇറാൻ നീക്കം തുടങ്ങിയതോടെ ലോകത്തെമ്പാടുമുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായിട്ട് സ്തംഭിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മറ്റൊരു പ്രവിശ്യയിൽ പാലത്തിന് നേരെയുണ്ടായ ക്രൂരമായിട്ടുള്ള ബോംബാക്രമണത്തിൽ മാത്രം 9 പേരാണ് കൊല്ലപ്പെട്ടത്. തുറമുഖങ്ങളിലേക്കുള്ള പ്രധാന ഗതാഗത പാതകളെല്ലാം തകർത്ത് ഇറാന്റെ സപ്ലൈ ലൈൻ വിച്ഛേദിക്കാനാണ് USന്റെ ശ്രമം. ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ബന്ദർ ഖമീറിലെ 2 തന്ത്രപ്രധാനമായിട്ടുള്ള പാലങ്ങൾക്ക് നേരെയും US യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ വർഷിച്ചു. ഈ മേഖലയിലെ റോഡ് റെയിൽ ശൃംഖലകൾ തകർന്നതോടെ ദക്ഷിണ ഇറാനിലേക്കുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണവും
പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആണവ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ബുഷെഹർ, സിറിക്ക്, കോഷം ഐലൻഡ് തുടങ്ങിയ മേഖലകളിലും ഈ US യുദ്ധവിമാനങ്ങൾ വൻ നാശനഷ്ടം ഉണ്ടാക്കുമ്പോൾ അത് ഇറാനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇന്ധന സംഭരണശാലകളും വൈദ്യുതി നിലയങ്ങളും കത്തി അമർന്നതോടെ അവിടെ ജനജീവിതം വലിയ രീതിയിൽ തന്നെ ദുസ്സഹമായിട്ടുണ്ട്. കാരണം അവിടെ കറണ്ട് ഇല്ല, മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഭീതിയോടെയാണ് അവിടുത്തെ ജനങ്ങൾ കഴിയുന്നത്. ഇനി ഇറാൻ തങ്ങളുടെ എണ്ണ സംഭരണവും കയറ്റുമതിയും വിവിധ തുറമുഖങ്ങളിലേക്ക് വികേന്ദ്രീകരിച്ചിട്ടുണ്ട് എങ്കിലും US-ന്റെ ഈ ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ആക്രമണങ്ങൾ ഇറാന്റെ ഊർജ്ജ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. പ്രധാന ഗ്യാസ് സ്റ്റേഷനുകളും പവർ ഗ്രിഡുകളും തകർന്നതോടെ പ്രവിശ്യകൾ ആകെ ഇരുട്ടിലായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രകോപനങ്ങൾക്ക് ഇറാൻ നൽകിയ തിരിച്ചടി ഗൾഫ് മേഖലയും ഉലയ്ക്കുന്നതായിരുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുവൈറ്റിലും ബഹറിലും US സൈനിക ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോണുകൾ തൊടുത്തുവിട്ടു. അതായത് ഈ പ്രത്യാക്രമണം നടത്തിയിരിക്കുകയാണ്. തങ്ങളുടെ ഊർജ്ജ വൈദ്യുത നിലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയും ശക്തമായിട്ടുള്ള പ്രഹരം ഏൽപ്പിക്കുമെന്ന ഇറാന്റെ മുൻകാല മുന്നറിയിപ്പ് ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. ഇറാന്റെ മിസൈൽ പ്രത്യാക്രമണ ഭീഷണിയെ തുടർന്ന് അയൽ രാജ്യങ്ങളെല്ലാം തന്നെ ഭീതിയോടെയാണ് ഈ ഒരു യുദ്ധത്തെ കാണുന്നത്. US സെൻട്രൽ കമാൻഡിന്റെ പ്രധാന ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഖത്തറിലെ ദോഹ ലക്ഷ്യമിട്ടത് അതിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെ വന്ന മിസൈലുകൾ ഖത്തർ പ്രതിരോധിച്ചിട്ടുണ്ട് എങ്കിലും വലിയ ഭീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഖത്തറുമുള്ളത്. ഇതിനിടയിൽ ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണ കയറ്റുമതി കേന്ദ്രമായിട്ടുള്ള ഖാർക്ക് ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും US സൈന്യവും ആലോചിക്കുന്നതായിട്ടുള്ള പുതിയ റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഇറാന്റെ സാമ്പത്തിക സ്രോതസ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം വരുന്നത്. എന്നാൽ തങ്ങളുടെ എണ്ണ സംഭരണവും വിതരണവും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറാൻ മറ്റു പല തുറമുഖങ്ങളിലേക്കും വികേന്ദ്രീകരിച്ചിട്ടുള്ളതിനാൽ ഖാർക്ക് ദ്വീപ് പിടിച്ചടക്കിയതുകൊണ്ട് മാത്രം ഇറാന്റെ എണ്ണ വിപണനത്തെ പൂർണ്ണമായിട്ടും തടയാൻ അമേരിക്കയ്ക്ക് എളുപ്പമാകില്ല എന്നാണ് സാമ്പത്തിക സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇനി പശ്ചിമേഷ്യയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാനും ഖത്തറും ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ ഇരുപക്ഷവുമായിട്ട് ചർച്ചകൾക്ക് കഠിനമായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ നീക്കങ്ങളെല്ലാം ഇപ്പോൾ പൂർണ്ണമായിട്ടും വഴിമുട്ടിയിരിക്കുകയാണ്. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നു കയറിയ അമേരിക്കയുമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ യാതൊരുവിധ ചർച്ചകൾക്കും ഇല്ല എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഗാലിബാഫ് ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കയും സമാനമായിട്ടുള്ള കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ തന്ത്രപരമായിട്ടുള്ള ഒരു പരിഹാരം നിലവിൽ അസാധ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇറാനിൽ തങ്ങൾ വലിയ സൈനിക നേട്ടങ്ങൾ കൊയ്യുകയാണെന്നും വരും ദിവസങ്ങളിൽ അതിന്റെ ഫലം ലോകം കാണുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രഖ്യാപിച്ചത്. ആവശ്യമെങ്കിൽ ഇറാനിലേക്ക് കരസേനയെ ഇറക്കുമെന്നും അല്ലെങ്കിൽ അതിന് മടിക്കില്ല എന്നും ഭീഷണിയും അമേരിക്ക ഉയർത്തുന്നുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ഇറാന്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ട് ഒരു ചർച്ചയ്ക്കുമില്ല എന്നാണ് ഈ മുഹമ്മദ് ബാക്കർ ഗാലിബാഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സമാധാനം അകലെയാണ് പശ്ചിമേഷ്യയിലുള്ളത്. വലിയ യുദ്ധത്തിൽ തന്നെ നിൽക്കുകയാണ് ഇരു രാജ്യങ്ങളും. അങ്ങനെ ഹോർമുസ് അടച്ചുപൂട്ടിയത് കൊണ്ട് വലിയ പ്രതിസന്ധി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരിടുമെന്നതിൽ സംശയമില്ല. എന്തായാലും യുദ്ധം ഇപ്പോൾ അതിന്റെ അങ്ങേയറ്റം എത്തിയിരിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി തകർന്നതോടെ ഏത് രീതിയിലേക്കായിരിക്കും അടുത്ത ഘട്ടം എന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും 6ാം ദിവസവും വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങളും ആക്രമണങ്ങളുമായിട്ട് ഇരു രാജ്യങ്ങളും കൊമ്പ് കോർക്കുകയാണ്.